പേര്? എന്റെ പേര് സുമേഷ്. ഏത് സുമേഷ്? നമ്മുടെ കോൺട്രാക്ടർ സുഗതനില്ലേ? ആ സുഗതന്റെ അച്ഛനോ? അച്ഛനല്ല, അങ്ങേരുടെ മേശരിയാണ് ഞാൻ. സുഗത മേശരി ആയിട്ടാ വന്നേക്കണേ. സുഗതനെ കണ്ടിട്ടുമില്ല ഞാൻ. ചോദിച്ചോളൂ. എടാ, കണയത്തുനിന്ന് പൊയിലൂർക്ക് പോണ ഒരു പുതിയ പാലം സാങ്ഷൻ ആയിട്ടുണ്ട്. ആ വർക്ക് നമുക്ക് എടുക്കാതെ. പക്ഷേ സാറേ, എൻ്റെ അടുത്ത് അത്രയും ഫണ്ട് റോൾ ചെയ്യാനിപ്പോൾ കാണൂല. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാൾക്ക് ചെയ്യാന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ സാറ് കോയ സാറ് ആവുകൊണ്ടേ മറ്റേ സാങ്ഷൻ ആയി കിട്ടേണ്ട കാര്യത്തിൽ വലിയ ചിക്കിളിയൊന്നും കൊടുക്കണ്ട സാറേ. അല്ല, നമ്മളെ കണയം പുതിയ പാലുണ്ടല്ലോ, അതിന്റെ കോൺട്രാക്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താലോ എന്നൊരു ആലോചനയായിട്ട് ഇങ്ങനെ. വലിയ വർക്കാണല്ലോ. ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ചെറിയ ചെറിയ വർക്കുകളല്ലേ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ വലുതൊക്കെ വലിയ വലിയ സ്രാവോട് കൊണ്ടുപോകും, അത് പാടില്ല. ഒരുമിച്ച് ചെയ്യാം. നന്നായി. തേക്കിന്റെ ഫർണിച്ചറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം പറയാനുള്ളത്? തേക്കാണ് ഏറ്റവും നല്ലത്. പെണ്ണുങ്ങൾ പറഞ്ഞ് ഈട്ടിയാണ്, അതാകുമ്പോ ചെളി പിടിച്ചറിയില്ല, കറുത്ത നിറായതുകൊണ്ട്. സാറെ, പെണ്ണുങ്ങളുടെ വാക്കൊന്നും കേൾക്കണ്ട. കണ്ടമാനം കാശും കൊടുക്കണം. അതിനേക്കാ ഗുണം തേക്കല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്. തേക്ക് തന്നെയാണ് ഇഷ്ടം. തേക്കാകുമ്പോ പോളിഷ് ചെയ്താൽ നല്ല കിടുക്കനായിട്ട് കിടക്കും. ഞാൻ ഇന്നലെ നമ്മുടെ ഇവിടെ ആ തറവാട് ഫർണിച്ചർ ഉണ്ടല്ലോ, പിന്നെ അവിടെ നല്ല തേക്കിന്റെ സൂപ്പർ ഉരുപ്പടീസ് ഉണ്ട്. നല്ല ഡിസൈൻ, ഒരുപാട് ഡിസൈൻ. ഞാൻ ചെന്നിട്ട് ഇതൊന്നെടുക്ക്, പോക്കറ്റ്. അതില്ലേ, ഞാൻ അവിടെ ഇന്നലെ കംപ്ലീറ്റ് സാധനങ്ങളുടെ എസ്റ്റിമേറ്റ് ഇട്ട് വാങ്ങിയാണ്. 2,60,60,000 സാധനമൊക്കെ മേടിച്ചോ സാർ? ഞാൻ എന്റെ കുടുംബക്കാരുടെ അടുത്ത് ഒരു സാധനം കൂടെ കൊണ്ടുവരേണ്ട പറഞ്ഞു. എല്ലാം ഞാൻ തന്നെ വാങ്ങി. അല്ല, ഇത്രയൊന്നും വരില്ല കേട്ടോ. സംസാരിച്ചു കഴിഞ്ഞാലേ കുറച്ചൊക്കെ എന്തെങ്കിലും കുറയ്ക്കും. കുറയൂലേ? ഡിസ്കൗണ്ട്. നന്നായി. അതാ പോയി കാര്യം ചെയ്തോളെ. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്തായാലും നിങ്ങൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്യാൻ പോവല്ലേ? രണ്ടാളും കൂടിയിട്ട് ആ ബില്ല് കൊടുത്തോളി. അവിടെ ബില്ല് നിങ്ങളെ അടച്ചോളി. ആ തറവാട്ടിൽ എന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത സാധനങ്ങൾ അവിടെ എന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ഇറക്കി തരുവേ. നിങ്ങൾ കൊടുത്തോളി കേട്ടോ. എന്തായാലും വർക്ക് നിങ്ങൾ കലിങ്ങിന്റെ വർക്കും ഇതൊക്കെ കഴിയുമ്പോ ബില്ല് പാസ്സാവണ്ടേ? എന്റെ ഒപ്പ് വേണ്ടേ? വേണം. അപ്പൊ കൊടുത്തോളി. ഫസ്റ്റ് കഴിച്ചില്ല നിങ്ങള്? ഭക്ഷണം കഴിക്കുക എന്ത് നിപ്പ നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കല്ലോ. കണ്ട കാര്യം ചെലവാക്കിട്ട് ഭക്ഷണം കഴിക്കട്ടോ. ആ, മേശരിനും കൊണ്ടുവരിക അത്രേ. ഇതാണ് കഴിക്ക്. എന്താ നിങ്ങൾക്ക് ഒരു തണുത്ത മട്ട് ഭക്ഷണം കഴിക്കുന്നേ? പെട്ടെന്ന് വേണ്ടാണ്ട് തോന്നിപ്പോയി. ഒരു വിഷമമായിരിക്കും. ഒന്നുമില്ല. ഓ, ബില്ല് കണ്ടിട്ടാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത്ര പൊട്ടനാണ്? നിങ്ങൾക്ക് ആ ബില്ല് വരുമോ? നിങ്ങൾക്ക് എങ്ങനെ ബില്ല് തരും? നിങ്ങളുടെ അളിയാൻ കാരനാണ് ഇവിടെ വന്ന തന്നെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ബില്ല് തരിക? ഞാൻ നിങ്ങൾക്ക് ബില്ല് തരില്ല. നിങ്ങൾ കഴിക്ക്, വരച്ച് ഭക്ഷണം കഴിക്കും. അത് നടക്കണില്ല. അല്ല, ആളാണ്. ഞാൻ ഇപ്പൊ ഈ ഫംഗ്ഷൻ നടത്തിയില്ലേ? ഈ ഫംഗ്ഷൻ നടത്തിയത് ഇപ്പൊ മൊത്തത്തിൽ എന്റെ ഒരു സന്തോഷം കൊണ്ട് പറയാണ്. ഇപ്പൊ ഇവിടെ ഈ ഭക്ഷണം അതുമാതിരി മുകളിൽ 2 റൂം എടുത്തിക്കണ ഞാൻ. അതുമാതിരി താഴത്ത് നമ്മുടെ നടക്കണ ഈ ഗാനമേള, ഇത് പിന്നെ മറ്റേ ഇപ്പൊ ഞാൻ കഴിക്കണ്ട, കഴിക്കാം, അവർക്ക് കഴിക്കാലോ. അപ്പൊ ഇതൊക്കെ പാടെ ഏകദേശം എന്ത് വരും? ഒരു 2 റുപ്യന്റെ പുറത്ത് വരില്ലേ? വരൂലേ? 1.25. 1.25 നിർത്തിയാല് അല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബില്ല് തരില്ല. അതിന്റെ ബില്ല് നിങ്ങൾക്ക് ഇവര് തരും, ഹോട്ടലുകാര്. അത് നിങ്ങൾ കൊടുത്തോളി. കൊടുത്തോളി. മറ്റേ ബില്ല് ഞാൻ പാസ്സാക്കിണ്ട് കേട്ടോ. എന്റെ ഒരു ഒപ്പേ കണ്ടു. കഴിക്ക്, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. വെറുതെ കഴിച്ചോളി കേട്ടോ. ശരി. അപ്പൊ കഴിക്കും, ഭക്ഷണം കഴിക്കേ. നല്ലൊരു കുടിക്കും, വെള്ളം നല്ലൊരു കുടിക്കും. അതകത്തോട്ട് പോട്ടെ. പശുമ്പല്ല പണി കിട്ടി. സുധ കിട്ടിയില്ലേ? എന്നാലും കഴിച്ചതിനേക്കാളും വലിയൊരു വിഷത്തിനാണ് നമ്മൾ മാടത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്. ഇതിൽ നല്ലതാ സത്യശീലൻ സാറ് തന്നെയാണ്. എന്തായിരുന്നു ഇവിടെ? കോയ സാറ് പൊന്നാണ്, പൊരുളാണ്, പൂവിട്ട് പൂജിക്കണം. ഇപ്പൊ കിട്ടിയല്ലോ. അയാളുടെ ആ ചിരിയിലുണ്ട് ഒരു വഞ്ചന. അതെ, ഇനിയിപ്പം ഈ കോയെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വയ്യുണ്ട്. എന്ത്? അളിയനെ വേണേ ഒന്നുകൂടി വിളിച്ചു നോക്കാം. അളിയൻ അക്ഷരം